കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഈ ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഏത്തക്കയും മുതിരയും കൂടി ഒരു പുഴുക്ക്. ഇന്ന് വെറൈറ്റിയാണ്. എല്ലാവരും പയറുമായിട്ടാണ് ഏത്തക്ക വേവിക്കുന്നത്, പുഴുക്ക് വെച്ച് തോരൻ അല്ലെങ്കിൽ തോരൻ. ഞാനിതൊന്ന് മുതിരയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് ചെത്തി ക്ലീനാക്കി നുറുക്കിയെടുക്കാം. വീഡിയോ സ്കിപ്പാകാതെ മുഴുവനും കാണണം. ഇത് നമ്മളെടുത്ത് വെച്ച ഏത്തയ്ക്ക തൊലി കളഞ്ഞിട്ടുണ്ട്. നമ്മളിത് ക്ലീനാക്കി നന്നായിട്ട് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഏത്തയ്ക്കയ്ക്ക് കറയുണ്ട്, അപ്പോൾ കുറച്ച് കറ ഓട്ടെന്നും പറഞ്ഞാണ് ഞാൻ വെള്ളത്തിലോട്ട് ചെത്തി വൃത്തിയാക്കിയിട്ടത്. നമുക്കതൊന്ന് ഞുറുക്കിയെടുക്കാം. നമ്മൾ ഞുറുക്കിയെടുക്കുമ്പോഴും അത് അരിഞ്ഞ് വെള്ളത്തിലിടുന്നതാണ് നല്ലത്. ഇങ്ങനെ മൊത്തം നമുക്ക് ഞുറുക്കിയെടുക്കാം. നമ്മുടെ വാഴയ്ക്ക ഇവിടെ അരിഞ്ഞ് ഞുറുക്കി വെച്ച് അതിന് കറ പോകാൻ വേണ്ടി നമ്മൾ അല്പം കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ വാഴക്കറയ്ക്ക് നന്നായിട്ട് കറ പോകും. ഈ വാഴയ്ക്ക ഏത് ഏത്തക്കയ്ക്കായാലും വാഴയ്ക്കായാലും നന്നായിട്ട് കറ പോകും. ഇതിപ്പോൾ നമ്മൾ ഏത്തക്കയാണ് തോരൻ വയ്ക്കുന്നത്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ ഏത്തക്ക ഞുറുക്കിയത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമ്മളതൊരു കുക്കറിലോട്ട് വാരുക. ഏത്തക്കയ്ക്ക് ഒരുപാട് വേവില്ല, ഒരു ചെറിയ വിസിലടിച്ചാൽ മതി. ഒത്തിരി അങ്ങ് 2-3 വിസിലൊന്നും അടുപ്പിക്കണ്ട. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വലിയ ടേബിൾ സ്പൂണാണ്. അതിനൊരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പിടാം. പോരായെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ടിടാം. ഗ്യാസ് കത്തിച്ച് നമ്മൾ അതിലോട്ടൊന്ന് വെക്കുക. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 വിസിലൊന്ന് അടിച്ചോട്ടെ. നമ്മുടെ ഏത്തക്കായും മുതിരയും കൂടെ തോരൻ വെക്കാനുള്ള തേങ്ങ, ഇതിന് 1 കപ്പ് തേങ്ങ, അതിലൊരു ഇച്ചിരി തേങ്ങ ഒന്ന് അടന്നു വന്ന് ഞാനത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചേക്കുവാണ്. അതാദ്യം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത്തക്ക തോരത്തിന് ആവശ്യമായ 1 കപ്പ് തേങ്ങ ചെറുകിയത്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 8 അല്ലി വെളുത്തുള്ളി പൊടിച്ചത്. നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണ്ട അത്രയെങ്കിലും ഞാൻ ഇടുക. നമുക്കത് ജാറിലേക്കിടാം. ജാറിലേക്കിട്ട് പൊടിക്കാം. ജാറിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. നമുക്കിത് ചതച്ചെടുക്കാം. ഏത്തക്ക തോരത്തിന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. വെന്തോന്ന് തുറന്ന് നോക്കാം. ഇവിടെ വാഴയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കാനുള്ള പണി ചെയ്യാം. നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് താളിക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ഉണക്കമുളക് ഒടിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഊരിയിട്ട് കൊടുക്കാം. നമ്മുടെ മുതിര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വാഴയ്ക്കായും മുതിരയും കൂടെ
തോരന. അപ്പോൾ അതിനകത്തോട്ട് ഈ മുതിര വെന്തതാണ്. നമ്മൾ നേരത്തെ ഇത് വേവിച്ച് വെച്ചതാണ്. വറുത്ത് നന്നായിട്ട് മൂത്തിട്ടില്ല, കുറച്ച് വറുത്ത് ഞാനത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ച ഏത്തക്ക വെന്തതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച അരപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് മൊത്തത്തിലൊന്ന് പുരട്ടി വെച്ച് കൊടുക്കാം. ഇത് കഞ്ഞിക്കും ചോറിനും നല്ലതാണ്. ഒരുപാട് ഡ്രൈ ആവണ്ട, ഒന്ന് പുരണ്ടിരിക്കണം. ആർക്കും കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഈ ഏത്തക്ക തോരൻ. ഇതിനകത്ത് പയറും ഇടാം, ചെറുപയറിടാം, വൻപയറിടാം, കടലയിടാം, എല്ലാം ഇടാം. പക്ഷേ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ട് മുതിരയിട്ട് വെച്ചെന്നേ ഉള്ളൂ. വെള്ളം കൂടെ ഒഴിക്കുക. നമ്മൾ വെന്തിറക്കുമ്പം ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഒന്ന് കുഴഞ്ഞതുപോലെ ഇരിക്കട്ടെ, അതാണ് നല്ലത്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാനോ. ഉപ്പ് കറക്റ്റാണ്. ഇപ്പം നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.